നമുക്കെല്ലാം ചരിത്രത്തിൻ്റെ ചില വസ്തുതകൾ കൃത്യമായി അറിയാം. പലസ്തീൻ്റെ പ്രശ്നത്തെ നമ്മൾ വൈകാരികമായിട്ടല്ല സമീപിക്കേണ്ടത്. അതിന് ചരിത്രപരമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് പലസ്തീനിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ വർത്തമാനവും ശരിക്കെന്താണ്? മെഡിറ്ററേനിയൻ കടലിൻ്റെയും ജോർദാൻ നദിയുടെയും ഒക്കെ ഇടയിൽ കിടക്കുന്ന നീണ്ട നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു പ്രദേശമാണ് പാലസ്തീൻ. 16-ാം നൂറ്റാണ്ടിൽ കാനൻ എന്ന് അവർ വിളിച്ചിരുന്നു, കൻആൻ എന്ന് മുസ്ലിങ്ങളും വിളിച്ചിരുന്ന ഒരു പ്രദേശമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ജേക്കബ് എന്ന് ക്രിസ്ത്യാനികൾ പരാമർശിക്കുന്ന, അങ്ങനെ പറയുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ പിൻഗാമികളാണ് ഇസ്രയേലികൾ. ശരിക്കും അറബ് വംശം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൂടെ പുരോഗമിക്കുമ്പോൾ യാക്കൂബിന്റെ പുത്രന്മാരിലൂടെയാണ് ഇസ്രയേൽ വംശം കടന്നു വരുന്നത്. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു വലിയ നീളം പാലസ്തീന് പറയാനുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മനാഫ് മരണപ്പെട്ടത് ഗസയിൽ വെച്ചാണ്. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക സൈന്യം പാലസ്തീനെത്തിയപ്പോൾ ഗസ്സത്തു ഹാഷിം എന്നാണ്, അതായത് ബനു ഹാഷിമിന്റെ ഗസ്സ എന്നാണ് ആ സ്ഥലത്തിന് നാമധേയം നൽകിയത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഉസ്മാനിയ സൽത്തനത്ത്, ഒട്ടോമൻ എംപയർ ഗസ്സ പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ജാമിഉ ഹാഷിം എന്ന് പറയുന്ന ഒരു പള്ളി ഗസ്സയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമികമായ ഒരു ചരിത്രത്തിന്റെ ഈടുറ്റ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു അറബി പാരമ്പര്യം പലസ്തീനിലുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിലൊക്കെ തള്ളുന്ന കുറേ ആളുകളുണ്ട്. മുസ്ലിങ്ങൾ ജൂതന്മാരോട് എതിരാണ്, ആദർശപരമായി എല്ലാ കാലത്തും എതിരാകേണ്ടവരാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ മുസ്ലിങ്ങൾ ജൂതന്മാരോട് അങ്ങനെ എതിരായിട്ടാണോ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അതിൻ്റെ ചരിത്രം, ഫേസ്ബുക്കിലെ ഇത്തരം യുദ്ധങ്ങളോ അവിടെ സംഘർഷം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് യുക്തിവാദികളുടെ ഭാഗത്തു നിന്നൊക്കെ നിരന്തരം ഈ ആക്ഷേപം വരുന്നുണ്ട്. നമ്മുടെ ചില ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ആ അർത്ഥത്തിലുള്ള പ്രതിലോമകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയല്ല ചരിത്രത്തിൻ്റെ സത്യം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യം പാലസ്തീൻ കീഴടക്കിയ ഒരുപാട് കാലഘട്ടങ്ങളിൽ പലസ്തീന് നിരന്തരമായ ആധിപത്യത്തിൻ്റെ ഒരു പൂർണ്ണ ഭൂതകാല ചരിത്രമുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരിച്ചിട്ടുണ്ട്, ഒട്ടോമൻ സൽത്തനത്ത് ഭരിച്ചിട്ടുണ്ട്, ഫാത്തിമികൾ ഭരിച്ചിട്ടുണ്ട്, ബ്രിട്ടന്റെ കാലഘട്ടത്തിൽ ഭരണ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ, അതിലേക്ക് സമയം കിട്ടുകയാണെങ്കിൽ വരിക, അസീറിയക്കാർ ഭരിച്ചിട്ടുണ്ട്, ബാബിലോണിയക്കാർ ഭരിച്ചിട്ടുണ്ട്, പേർഷ്യയിലെ സൈറസ് രാജാവ് ഭരിച്ചിട്ടുണ്ട്, BC 332 അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പലസ്തീൻ ജനത ആധിപത്യത്തിന് കീഴിലാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നൊരു വരവുണ്ട് പലസ്തീനിലേക്ക്, ജെറൂസലം കീഴടക്കിയ അവസ്ഥയിൽ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സേവന കൂട്ടി മാത്രമാണ് ജെറൂസലമിലേക്ക് വരുന്നത്. മദീന ആസ്ഥാനമായ ഇസ്ലാമിക എംപയറിന്റെ, അങ്ങനെ ഒരു എംപയർ എന്ന് പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, സാമ്രാജ്യം എന്നൊക്കെ ഇസ്ലാമിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വാക്കല്ല, എന്നാലും മനസ്സിലാകാൻ വേണ്ടി പറയാം, ഒരു ഇസ്ലാമിക് എംപയറിന്റെ അധിപനായ 12,000 ചതുരശ്ര മൈൽ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു സ്പിരിച്വൽ രാജ്യത്തിന്റെ അധിപൻ കുതിരപ്പുറത്ത് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സേവകനോട് പറഞ്ഞു, ഊഴം വെച്ച് നമ്മൾ കുതിരപ്പുറത്തിരുന്നാൽ മതി, കുറച്ചു ദൂരം ഞാനിരുന്നാൽ കുറച്ചു ദൂരം നിങ്ങളിരുന്നാൽ മതി. അപ്പൊ ഞാൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് അങ്ങനെ വരാം. ജെറൂസലമിലേക്ക് എത്തുമ്പോൾ ഊഴമനുസരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആണ് കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കേണ്ടത്. സേവകൻ പറഞ്ഞു, ഖലീഫ, നിങ്ങൾ ജെറൂസലമിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അവിടെ വലിയ ബിഷപ്പുമാര്, അവിടെ ജൂതന്മാര് ഒക്കെ കാത്തിരിക്കുകയാണ്. അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതന്മാരവിടെ എങ്ങനെയാണ് ആധിപത്യം നേടിയെന്നുള്ളത് മറ്റൊരു കാര്യമായി ആധുനിക പലസ്തീൻ ചരിത്രവുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അദ്ദേഹം കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചാണ് ജെറൂസലേം സിറ്റിയിലേക്ക്, ആ പ്രാചീന നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബിഷപ്പുമാരെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനെ മൈൻഡ് ചെയ്യാതെ
കുതിരപ്പുറത്തിരിക്കുന്ന ആളെ ആദരവോടെ നോക്കി നിൽക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അദ്ദേഹം ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനല്ല, ഈ നിൽക്കുന്നയാളാണ് ഖലീഫ. എവിടെയൊക്കെയോ പിഞ്ചിപ്പോയ ഒരു വസ്ത്രം ധരിച്ച് മദീനയിൽ നിന്ന് പലസ്തീനിലേക്കുള്ള ഈ ദീർഘയാത്രയുടെ സകല ക്ഷീണവുമുള്ള ഖലീഫ ഉമർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ബിഷപ്പുമാരുടെ മനസ്സ് പൊട്ടിപ്പോകുന്ന ചരിത്രത്തിലെ ചന്തചാരുതയുള്ള ഒരു രംഗമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ജെറൂസലേമിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ആദ്യമായി പറയുന്നത്, ഇസ്ലാമിക ആധിപത്യത്തിന് കീഴിലുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കും. ആരാണ് ന്യൂനപക്ഷങ്ങൾ? ക്രിസ്ത്യാനികള്, ജ്യൂസ് ഒക്കെയാണ്, ജൂതന്മാരൊക്കെയാണ് അവിടെ ഉള്ള ആളുകൾ. അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹു അവരെ ആട്ടിപ്പായിച്ചിട്ടില്ല. ജൂതന്മാരെ ആട്ടിപ്പായിച്ച ചരിത്രം യൂറോപ്പിനാണ്. ഇവിടെ വാക്കോട് ഉസ്താദ് അതിലേക്ക് ഒരു കിളിവാതിൽ തുറന്ന് സംസാരിക്കുകയുണ്ടായി. ജർമ്മനിയിൽ നമ്മളെപ്പോഴും പറയുന്ന ഹിറ്റ്ലർ ഉണ്ടല്ലോ, ഹിറ്റ്ലർ മാത്രമൊന്നുമല്ല അതിന്റെ പ്രതി. ഹിറ്റ്ലറെ മാത്രമാണ് നമ്മളിങ്ങനെ ആക്ഷേപിക്കുന്നത്. ഹിറ്റ്ലർ മാത്രമല്ല, യൂറോപ്പ് മുഴുവനും ജൂതന്മാർക്കെതിരായിരുന്നു. കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ, ഇത് ഓൺലൈനിൽ പോകുന്നുണ്ടെങ്കിലും ഞാൻ പറയാം, ക്രിസ്ത്യാനികളായ യൂറോപ്യന്മാര് ജൂതന്മാരോട് ആദർശപരമായും സാമൂഹികപരമായും വിയോജിപ്പുള്ള എന്ന് മാത്രമല്ല വെറുപ്പുള്ള എന്നും മാത്രമല്ല കുരിശ് യുദ്ധങ്ങളിൽ 10,000-കണക്കിന് ജൂതന്മാരെ കൊന്നു കുലവിളിച്ച ചരിത്രം ക്രൈസ്തവ യൂറോപ്പിനുണ്ട്. കേരളത്തിൽ നല്ല ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതങ്ങനെ പറയേണ്ടി വന്നത് പറയിപ്പിച്ചത് കൊണ്ടാണ്. ഇസ്രയേലിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സംഘർഷമുണ്ടായപ്പോൾ കേരളത്തിലെ ഫേസ്ബുക്കിലുള്ള തള്ളുന്ന ചില കാസക്കാർ എന്താണ് എഴുതിവിട്ടത്? ആരുടെ പക്ഷത്താണ് അവർ നിന്നത്? സംഘപരിവാറുകാർ ആരുടെ പക്ഷത്താണ് നിന്നത്? ഇന്ത്യയുടെ പ്രാക്തനമായ ചരിത്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒക്കെ ഇന്ത്യ സ്വീകരിച്ച ഒരു നയം എന്തായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ കാസക്കാരും സംഘപരിവാറുകാരും അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ അതിവൈകാരികതയുടെ ആളുകൾ മുഴുവൻ കുറ്റവും അവർക്കെതിരെയൊക്കെ ചാർത്തിവെക്കുമ്പോൾ ചരിത്രത്തിന്റെ നിലാവെളിച്ചം എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രൈസ്തവ യൂറോപ്പൊക്കെ അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെ ആട്ടിപ്പായിച്ചിട്ടുണ്ട്. നിസ്സഹായരായി ഈ അമ്പറ്റകളെ പോലെ ഓടിയലഞ്ഞൊരു ചരിത്രം ജൂതന്മാർക്കുണ്ട്. അവർക്ക് സംരക്ഷണം നൽകിയത് മുസ്ലിങ്ങളാണ്. ആദർശപരമായി ഖുർആൻ പരാമർശിക്കപ്പെട്ട ഒരു വിഭാഗത്തോട്, അവരുടെ ആദർശത്തോട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാതിരിക്കെ അവർക്ക് ജീവിക്കാനുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലുള്ള ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് അവർക്ക് സുരക്ഷയൊരുക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, നിങ്ങൾ കേട്ടാൽ ഞെട്ടുമെന്ന് എനിക്കറിയില്ല, സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ജൂതനായ ഒരു ഗവർണർ പോലും പാലസ്തീനിൽ ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ജൂതനായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പൊ ഒരു ആരോ സയ്യിദുലമയെ സന്ദർശിക്കാൻ വന്നതുപോലും വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്കിലല്ലേ. രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കാണാൻ വന്നപ്പോൾ ഒരു ഫോട്ടോയിൽ പെട്ടുപോയതുപോലും വിമർശിക്കുമ്പോൾ നമ്മൾ ആ ചരിത്രത്തെ വീണ്ടും പുനർവായനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. ഗവർണറായി നിയമിച്ചിട്ടുണ്ട് എന്ന് വെച്ച് അവരോട് സമരസപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രായോഗികമായ ഇസ്ലാമിക സമൂഹത്തിന്റെ സുരക്ഷ, ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷ, ഇസ്ലാം അത് വളരെ പ്രധാനമായി കണ്ടതുകൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞാൽ ആരാണ്? ധീരനായ പോരാളിയാണ്. ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിന്റെ മണ്ണിൽ കത്തി ജ്വലിച്ച അതേ സലാഹുദ്ദീൻ അയ്യൂബി. അപ്പൊ മുസ്ലിങ്ങൾ ജൂതന്മാരോട് സാമൂഹിക ജീവിതത്തിൽ സുരക്ഷ പാലസ്തീനിൽ സമർപ്പിച്ച ആളുകളാണ് എന്നത് നിങ്ങൾ ചരിത്രപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസി 6-ാം നൂറ്റാണ്ടില് പേർഷ്യയിലെ സൈറസ് രാജാവ് എന്ന് പറയുന്ന പേർഷ്യ ഭരിച്ചിരുന്നയാള് ഈ പാലസ്തീൻ പിടിച്ചടക്കി. ബിസി 332 അലക്സാണ്ടർ ചക്രവർത്തി ഗസ പിടിക്കുകയുണ്ടായി. അങ്ങനെ ഈ സൈറസ് രാജാവും അലക്സാണ്ടർ രാജാവും തമ്മിൽ നിരന്തരമായ യുദ്ധങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, പുതിയ കാലത്ത് ഹമാസിന്റെ ധീരപോരാളികളുടെ ഒരു പ്രതിരോധ മാർഗം നിങ്ങൾക്കറിയാം, തുരങ്കമാണ് എന്ന്. ആ തുരങ്കത്തിന്റെ പ്രാഗ് രൂപമുണ്ടാക്കിയത് സൈറസ് അലക്സാണ്ടർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലാണ്. രണ്ടു കൂട്ടരും പാലസ്തീനിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി. ആ തുരങ്കങ്ങൾ ഭാഗികമായോ പുനർനിർമ്മിച്ചൊക്കെയാണ് ഹമാസ് എന്ന് പറയുന്ന ഇൻതിഫാദയുടെ മക്കൾ
നിലം പരിശാക്കി കളയുന്ന പാട്രിയാറ്റ് മിസൈലുകൾക്ക് മുന്നിൽ സുരക്ഷിത കവചമൊരുക്കുന്നത്. എത്ര മാസമാണ് നീണ്ടുനിന്നത്? ഒരറബ് ലോകത്തിന്റെ പോലും സാമ്പത്തിക സൈനിക സഹായമില്ലാതെ, വാക്കുകളെ കൊണ്ടുള്ള സഹായമുണ്ട്, അത് നമ്മുടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതല്ലാതെ ഒരു സഹായവും ഇല്ലാതെ പിടിച്ചു നിന്നില്ലേ പലസ്തീൻ ഇസ്രയേലിന്റെ മുന്നിൽ? ഇസ്രയേലിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്, യാങ്കിയായ അമേരിക്കയുടെ പിന്തുണയുണ്ട്. എന്നിട്ട് പോലും എങ്ങനെയാണ് ഇൻതിഫാദയുടെ മക്കൾ പിടിച്ചു നിന്നത്? അത് ഈ തുരങ്കങ്ങൾ എന്ന് പറയുന്ന പ്രതിരോധത്തിന്റെ ഏറ്റവും ജൈവികമായ മാർഗത്തെ അലക്സാണ്ട്രിയൻ സൈറീസിയൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതിന്റെ ഭാഗികമായ അവസ്ഥയിൽ നിന്നാണ്. അലക്സാണ്ടറുടെ മരണശേഷം ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങൾക്ക് അവിടെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട് പലസ്തീനിൽ. മധ്യകാലഘട്ടത്തിന് ശേഷം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുസ്ലിം സൈന്യം അവിടെ വന്നിട്ടുണ്ട്. മംലൂക്ക് രാജവംശം ഭരിച്ചു. മംലൂക്ക് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ പലസ്തീനിൽ ധാരാളം മസ്ജിദുകൾ ഉണ്ടായി, എഡ്യൂക്കേഷണൽ കോംപ്ലക്സുകൾ ഉണ്ടായി, നല്ല റോഡുകൾ നിർമ്മിച്ചു. 200 കൊല്ലക്കാലത്തോളം പലസ്തീന്റെ സമൃദ്ധമായ ഒരു കാലഘട്ടം മുസ്ലിം ഭരിച്ച മംലൂക്ക് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലസ്തീൻ ഈ ജെറുസലേം നദിയുടെ തീരത്തെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. ഒലീവ് മരങ്ങളുള്ള, സമൃദ്ധമായ വയലേലകളുള്ള, കൃഷിസ്ഥലങ്ങളുള്ള, സമൃദ്ധമായ ജലസേചന സാധ്യതകളുള്ള, ശാന്തവും സമാധാനപൂർണവുമായ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായിരുന്നു പലസ്തീൻ. അത് രൂപപ്പെടുത്തിയത് മംലൂക്ക് എംപയറാണ്. മംലൂക്ക് മുസ്ലിം ഭരണാധികാരികളാണ് അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം മംഗോളിയക്കാർ പലവട്ടം പലസ്തീനെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു ജനതയുടെ നീണ്ട നൂറ്റാണ്ടുകളുടെ പ്രതിരോധത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇക്കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിനിടയിൽ ചില പരാമർശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായല്ലോ. എന്തിനാണ് ഹമാസുകാർ അവർക്കെതിരെ തിരിഞ്ഞത്? ശാന്തമായി നിൽക്കുകയായിരുന്നില്ലേ എന്ന്. അതൊരു തുടർച്ചയുടെ ഭാഗമാണ്. നമ്മൾ എവിടെയെങ്കിലും കയറി അറ്റാക്ക് ചെയ്തു എന്ന രീതിയിലാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ബുദ്ധിജീവികൾ എന്ന് കരുതുന്ന ചില ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഞാൻ വായിച്ചു. ശാന്തമായ ഒരു സ്ഥലത്ത് എന്തിനാണ് ഇവർ ഇടപെട്ടതെന്ന്. സ്വന്തം വീട്ടിൽ ഇടിച്ചു കയറിയവരോട് കുറെ ക്ഷമിച്ചിട്ട് ഇനിങ്ങനെ മിണ്ടാതെ നിൽക്കണമെന്ന് പറയുന്ന ആ ബുദ്ധിജീവിസം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതൊരു തുടർച്ചയാണ്. ഇനി 1 മാസം കഴിഞ്ഞ് ഇൻതിഫാദയുടെ മക്കൾ ചെയ്താൽ പോലും അതൊരു തുടർച്ചയാണ്. അപ്പോ നിരന്തരം ജീവിത കാലഘട്ടത്തിൽ പ്രതിരോധമായിരുന്നു അവരുടെ. അങ്ങനെ മംഗോളിയക്കാർ ആക്രമിച്ചു. 1900 അങ്ങനെ കാലഘട്ടം പോയി 1937 ആയപ്പോഴ് ആധുനിക ചരിത്രത്തിലേക്ക് വരികയാണ്. ഗസ മുതൽ വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങൾ ഗസയിൽ ഉണർന്നു. സിൽക്ക് റൂട്ടുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ കച്ചവട കേന്ദ്രമായി ഗസ അടങ്ങുന്ന പലസ്തീൻ മാറുന്ന അതിമനോഹരമായ കാഴ്ചയുണ്ട്. ജോർഡാനുമായും ഈജിപ്തുമായും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഈ പലസ്തീൻ എന്ന് പറയുന്നത്.